പ്പെട്ട മോൺസിഞ്ഞോർ കൊല്ലംപറമ്പിൽ, സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ഛ, വചന പ്രഘോഷണ ടീമിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഒഴുവനാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവകകളിലൊന്നാണ്. വലിയ ഇടവകയാണ്. അതിന് ആനുപാതികമായ രീതിയിൽ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ഇടവകക്കാർ ഇവിടെയുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് ഏറ്റവും വലിയ സംതൃപ്തിയുണ്ട്. നമ്മളുടെ ഈ വചനസന്ധ്യ നമുക്കോരോരുത്തർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടി, വിശ്വാസത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടെടുക്കുന്നതിന് ഒക്കെയുള്ള വലിയ ഒരു പരിശ്രമമാണല്ലോ. ദൈവ വചനവുമായിട്ട് ഏറ്റവും കൂടുതൽ പരിചയപ്പെടാനുള്ള ഒരു ക്രമീകരണമാണ് ഇന്ന്. നിങ്ങൾ 4-5 പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതിലൂടെയെല്ലാം രണ്ടാം വത്തിക്കാൻ സുനകദോസ് ഉദ്ദേശിച്ച ആ വചന പരിചയം, കൂടെ കൂടെ വചനം കേട്ട്, വചന വ്യാഖ്യാനം ശ്രവിച്ച്, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി വിശദീകരിക്കപ്പെട്ട തിരുവചനങ്ങൾ പോലെ നമ്മൾ മാറുകയാണ്. വിശുദ്ധന്മാരെല്ലാം അതാണല്ലോ. ദൈവവചനത്തിൻ്റെ കമൻ്ററികളാണ് വിശുദ്ധന്മാരെന്ന് പാപ്പ എമെരിറ്റൂസ് പറഞ്ഞതിൻ്റെ കാരണവും അതാണ്. ദൈവവചനത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്, അവർ ചിന്തിച്ചത്, അവർ പറഞ്ഞത്, അവർ ജീവിച്ചത് എല്ലാം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു തിരുവചനം, മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാമത്തെ വാക്യം മാത്രം ഒന്ന് വിശദീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം പ്രാവർത്തികമാക്കുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവ് തൻ്റെ വീട്ടുകാർ, അമ്മയും ബന്ധുക്കളും പുറത്തു നിൽപ്പുണ്ടെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കൊടുത്ത ഉത്തരം, തിരുവചനം, ദൈവത്തിൻ്റെ ഹിതം പ്രാവർത്തികമാക്കുന്നവർ ആരാണോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ ചിന്ത, രക്തബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള വലിയ ഒരു കുടുംബം, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ഈശോയിൽ ബന്ധമുള്ള ഒരു വലിയ കുടുംബം, അതാണ് ഇവിടെ ആയിരിക്കുന്ന ഈ 100 കണക്കിന് വിശ്വാസികൾ. അതുതന്നെയാണ് രക്തബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ആ സാഹോദര്യവും മാതൃത്വവും എല്ലാം ഏറ്റ് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു വീടായിട്ട് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ ആ തിരുവചനം എത്രയോ അർത്ഥവത്താണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഇഷ്ടമുള്ളവര്, ഒരിക്കൽ ഈശോ തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കി, ഈശോ തന്നെയാണല്ലോ വചനം, തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇവരാണ് എൻ്റെ സഹോദരങ്ങൾ. നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള വലിയൊരു പരിശ്രമമാണല്ലോ. ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അത് പ്രാവർത്തികമാക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നമ്മൾ മുകളിൽ നിന്ന് ജനിക്കണം. ദൈവവചനം കേട്ട് 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 നമ്മുടെ മാനുഷികമായിട്ടുള്ള ആ തലങ്ങൾ കുറെ വിട്ടുകളയണം. ഉന്നതങ്ങളിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് നമ്മൾ പിറക്കണം. മുകളിൽ നിന്ന് പിറക്കുന്നവരാണ് ഈ ദൈവവചനത്തിൻ്റെ സൂക്ഷിപ്പുകാര്. ദൈവവചനത്തെ സൂക്ഷിക്കുന്ന സഭയായിട്ട് നമ്മൾ മാറുകയാണ്. മുകളിൽ നിന്ന് ജനിച്ചവരും ആത്മാവിൽ നിന്ന് പിറന്നവരുമായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്കിതൊക്കെ തോന്നും. ഈശോ തന്നെയും ജീവിതകാലത്ത്
ചില അവസരങ്ങളിലെല്ലാം. അങ്ങനെ ഒരു വലിയ ഒരു ചാട്ടം, ഒരു ലീപ്പ് നടത്തുന്നതായിട്ട് നമുക്കറിയാം. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ തങ്ങി അവിടെ വെച്ച് വലിയ പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ മാതാപിതാക്കൾ വന്ന് അമ്മ പറഞ്ഞല്ലോ, ഞാനും നിന്റെ പിതാവും എത്രയേറെ വിഷമിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം. ഈ കുടുംബം, നസ്രത്തിലെ കുടുംബത്തിൻ്റെ അപ്പുറത്തുള്ള വലിയൊരു കുടുംബം, ഒരു പിതൃത്വവും സഹോദര്യവും മാതൃത്വവും എല്ലാം എനിക്കുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ. ഈശോ അവിടെ വെച്ച് അമ്മയെ പഠിപ്പിക്കുകയായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് വലിയ വേദപണ്ഡിതരോട് ഇരുന്നതും അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയല്ല, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവര് ഈശോയുടെ ദൈവത്വം ശരിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അധ്യാപകരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അമ്മയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ആ ദേവാലയത്തിൽ തങ്ങിയതും ഇതുപോലുള്ള സംഭാഷണങ്ങൾ നൽകിയതും. മറ്റൊരവസരത്തിൽ ശിഷ്യന്മാര് ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചപ്പോഴും ഈശോ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം, നിങ്ങൾ കഴിക്കാത്ത ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട്. ദൈവപിതാവിന്റെ തിരുമനസ് നിറവേറ്റുക എന്നുള്ളത് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതുവരെയും ബോധ്യമായിട്ടില്ല. ഞാൻ അത് കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള വലിയ തിരുവചനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ലോക കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കർത്താവ് അവരെ ഒരുക്കിയിരുന്നു. നിരന്തരമായിട്ട് ഈശോയോട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെ കഥ പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, ആ നാണയം തിരിച്ചു കിട്ടുന്നത് വഴിയിലോ അയൽപക്കത്തെ വീട്ടിലോ മറ്റാരുടെയും മടിയിൽ നിന്നോ ഒന്നുമല്ല. സ്വന്തം വീട് അടിച്ച് വാരി നോക്കിയപ്പോൾ ആ സ്ത്രീക്ക് ആ നാണയം കിട്ടി. സ്വന്തം ഹൃദയം വെടിപ്പാക്കിയപ്പോൾ ദൈവത്തിന്റെ ഇമേജ് ആകുന്ന ആ നാണയം അവളിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും കുലുക്കി മാറ്റി നമ്മൾ പണിയേണ്ടി വരും. വേറെ ആരുടെയും വീടല്ല നമ്മൾ അടിക്കേണ്ടത്. അങ്ങനെ നമ്മൾ വെടിപ്പാകുമ്പോഴാണ് ഈശോയുടെ സഹോദര്യത്തിലേക്ക്, ഈശോയുടെ മാതൃത്വത്തിലേക്കും ഒക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ബാഹ്യമായ നേത്രങ്ങൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നും. ഈശോ മറിയത്തോട് ഇതുപോലെ പറഞ്ഞല്ലോ എന്ന് വിശുദ്ധ അഗസ്തീനോസ് ആ തിരുവചനം വിശദീകരിക്കുന്നുണ്ട്. മറിയം കൂടുതൽ അനുഗ്രഹീതനാകുന്നത് മിശിഹായിൽ നിന്ന് മിശിഹായെ കുറിച്ചുള്ള വിശ്വാസം സ്വീകരിക്കുമ്പോഴാണ്. മിശിഹായെ ജനിപ്പിച്ചവൾ എന്നതിനേക്കാൾ മറിയം കൂടുതൽ അനുഗ്രഹീതയാകുന്നത് മിശിഹായിൽ നിന്ന് കൂടുതൽ ദൈവസ്വരം കേൾക്കുമ്പോഴാണ്. ഈശോ പ്രസംഗിച്ചപ്പോൾ കേട്ടുനിന്നിരുന്ന ഒരു വലിയ അമ്മ വിളിച്ചു പറഞ്ഞല്ലോ, ഈ മനുഷ്യനെ വഹിച്ച ഉദരം എത്ര അനുഗ്രഹീതമാണ്. ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് ജന്മം നൽകിയ ആ മാതൃത്വം എത്ര വലുതാണ്. അപ്പോഴും ഈശോ പറഞ്ഞു, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവര് കൂടുതൽ അനുഗ്രഹീതരാണ്. അവരാണ് മോർ ബ്ലെസ്സഡ്, കൂടുതലായിട്ട് അനുഗ്രഹീതരായിട്ടുള്ളവര് അവരാണ്. അതുതന്നെയാണ് ഈ സുവിശേഷങ്ങളിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഗ്രാൻഡ് മിഷൻ അതാണല്ലോ. എല്ലാവരും ദൈവവചനം ഒന്നുകൂടെ കേട്ട് ആ കേൾവിയുടെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെ, വൈദിക ജീവിതത്തെ, സമർപ്പിത ജീവിതത്തെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മളൊരു പുതിയ സാഹോദര്യം കാണുകയാണ്, പുതിയ ഒരു മാതൃത്വം കാണുകയാണ്.
വലിയ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം നമ്മളവിടെ കാണുകയാണ്. സ്വാഭാവികമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ എതിർപ്പുകൾ വരും. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഈശോയ്ക്കും അത് അനുഭവപ്പെട്ടിരുന്നു. യോഹന്നാൻ 7:5 പറയുന്നുണ്ട്, അവൻ്റെ